അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ടിങ്ങിൻ്റെ വീഡിയോ ആദ്യം കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ തുണിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോണത് അതിൻ്റെ നെക്കാണ്. അപ്പോൾ മെയിൻ തുണി നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിൽ, അതായത് ഞാനിവിടെ നെക്ക് തയ്ക്കുന്നത് സ്ട്രിപ്പ് വെച്ചിട്ടാണ്, ബയാസ് ബൈൻഡിങ് സ്ട്രിപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ചീത്ത വശത്ത് തന്നെയാണ് ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്നത്. മെയിൻ തുണിയുടെ ചീത്ത വശത്ത് തന്നെ ലൈനിങ് പീസ് ഒപ്പം വെച്ചിട്ട് നമുക്കാദ്യം അതിൻ്റെ നെക്ക് തയ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ജോർജറ്റ് തുണി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് പുറത്ത് നല്ല ഭാഗത്ത് വെച്ചിട്ട് മറിച്ച് തയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം അതിൽ സ്ട്രിപ്പ് വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒപ്പം വെച്ചിട്ട് അത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. തുണി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ തുണി തയ്ക്കാനായിട്ട്. അപ്പോൾ പിൻ ചെയ്ത് തയ്ക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ, അതായത് ലൈനിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നെക്ക് തയ്ക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് വെച്ചിട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ് നെക്ക് എങ്ങനെ തയ്ക്കണം എന്നുള്ളത്. പൈപ്പിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലൈനിങ് തന്നെ നമുക്ക് നല്ല വശത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം മറിച്ച് തയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കതിൻ്റെ ചുറ്റുഭാഗം ലൈനിങ്ങും മെയിൻ തുണിയും കൂടിയിട്ട് യോജിപ്പിക്കാം. അപ്പോഴാണ് നമുക്ക് എളുപ്പം തയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുക. കാരണം രണ്ടും നമുക്ക് ഭയങ്കര സോഫ്റ്റ് തുണി ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗവും അതുപോലെ തന്നെ ബോഡി ഷേപ്പിൻ്റെ ഭാഗവും എല്ലാം നമുക്ക് ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം തയ്ക്കുകയാണ് നല്ലത്. അതിൻ്റെ 4 ഭാഗം ചുറ്റുഭാഗം ലൈനിങ്ങും മെയിൻ തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഭാഗവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലൈൻ വരുന്ന ഭാഗവും ഇങ്ങനെ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ അത് പൊള്ളച്ച് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. അതായത് ഒപ്പം വെച്ചിട്ട്, അതായത് പൊള്ള വരാണ്ട് അറ്റാച്ച് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ 4 ഭാഗവും അറ്റാച്ച് ചെയ്തു. അപ്പോൾ എക്സ്ട്രാ ഒക്കെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം നമുക്ക്. അതിനുശേഷം ഇനി നമുക്ക് അതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ മെയിൻ തുണിയുടെ നെക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാനിവിടെ ബയാസ് ബൈൻഡിങ് സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൈനിങ്ങിൻ്റെ കട്ട് പീസിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്തിട്ട് 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ സ്ട്രിപ്പ് തമ്മിൽ യോജിപ്പിക്കാം. സ്ട്രിപ്പ് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ആ സ്ട്രിപ്പ് ഒന്ന് നടുമടക്കിയിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മളത് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുന്നത്. നമുക്കത് ഉള്ളിലേക്ക് മറിച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ, നേരെ എഡ്ജിലല്ല, ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ട്, ഒരു 2 പോയിൻറ്റോളം ഉള്ളിലേക്ക് വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. യോക്ക് ഭാഗം ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പാനലും ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് പാനലും സ്റ്റിച്ച് ചെയ്ത് സെയിം മെത്തേഡ് തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സിന് ലൈനിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവ്സ് വയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായി തുണി പതിച്ച് വെച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് തയ്ച്ചു കൊടുക്കാം. സ്കേർട്ട് പാർട്ട് തയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ താഴത്തെ വശം കുറച്ച് ജോയിൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 വശം ജോയിൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ 2 വശങ്ങൾ ആദ്യം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെ സമയത്ത് അതെങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാനലിൻ്റെ സ്കേർട്ട് പാർട്ടിനും ബാക്ക് പാനലിൻ്റെയും
ഇതുപോലെ 2 കട്ടിങ് വരും. അപ്പോൾ അത് രണ്ടും ആദ്യം സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് വേണം സ്കേർട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 കട്ടിങ്ങും തയ്ച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ യോക്ക് പോർഷൻ്റെ താഴെ ഭാഗവും തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങും ഒപ്പം വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ യോക്ക് പോർഷൻ ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യുക, അതായത് സൈഡ് അറ്റാച്ച് ചെയ്യരുത്. 2 സ്കേർട്ട് പാർട്ടും യോക്ക് പോർഷനും കൂടി ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂട്ടി തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ 2 സൈഡും ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാനലിൻ്റെ ചെയ്തു. ഇതുപോലെ തന്നെ ബാക്ക് പാനലും യോക്കും സ്കേർട്ട് പാർട്ടും കൂടിയിട്ട് ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മൾ യോക്ക് പോർഷൻ കഴിഞ്ഞ് ഏറ്റവും താഴത്തെ ഭാഗം വരെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ യോക്ക് പോർഷൻ്റെ ഭാഗം വരെ നമ്മളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ജോയിൻ്റ് ചെയ്യുക. നമ്മളുടെ അളവ് എടുത്ത് നോക്കിയിട്ട് ജോയിൻ്റ് ചെയ്യുക. അവിടുന്ന് സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ എഡ്ജ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും അറ്റത്തെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ അതിൻ്റെ എഡ്ജ് ഭാഗത്തിലേക്ക്, അതായത് യോക്ക് പോർഷൻ തയ്ച്ച് കഴിഞ്ഞാൽ മെല്ലെ അതിൻ്റെ എഡ്ജ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗത്ത് കൂടെ തയ്ച്ച് ഏറ്റവും താഴെ വരെ തയ്ച്ചു കൊടുക്കുക. 2 ഭാഗവും ഇതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഗൗണ് തയ്ച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റില്ല, അത് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് താഴത്തെ ഭാഗം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കി തയ്ക്കാനായിട്ട് പറ്റില്ല, കാരണം അത് അംബ്രല്ല കട്ടായതുകൊണ്ട്.